ദ ജേർണലിസ്റ്റിലേക്ക് അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടികൾ ഇറാൻ നൽകുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അമേരിക്ക ഇറാനെ തീർത്തേ അടങ്ങൂ എന്ന വാശിയിൽ ചില നിർണായകമായ പുതിയ ആക്രമണ നീക്കങ്ങൾ നടത്തി കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള നിർണായകമായ ആക്രമണങ്ങൾ അമേരിക്ക ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഇതിനു മുമ്പ് വരെ ആണവ നിലയങ്ങളിലേക്ക് കാര്യമായ ആക്രമണങ്ങൾ വേണ്ട എന്നുള്ളതായിരുന്നു ട്രംപിന്റെ നിലപാട്. ഇന്ന് മാത്രമല്ല, ആണവ നിലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും. റഷ്യയടക്കം ഈ വിഷയത്തിൽ വളരെ ഗൗരവതരമായി ഇടപെടും. റഷ്യയുടെ ഡൂംസ്ഡേ വിമാനമടക്കം അവിടെയുള്ള സാഹചര്യത്തിൽ എന്തും സംഭവിക്കാമെന്നുള്ള ഒരു ഭീതി അമേരിക്കയ്ക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ട്രംപിന്റെ മാനസികാവസ്ഥ ആകെ മാറിയിരിക്കുകയാണ്. ഏത് വിധേനയും ഇറാനെ തച്ചുടയ്ക്കുക, പരിപൂർണമായി ഇല്ലാതാക്കുക എന്നതല്ലാതെ മറ്റൊരു ലക്ഷ്യവും തനിക്കില്ല എന്ന വിധത്തിലാണ് ട്രംപ് ഇപ്പോൾ നീങ്ങുന്നത്. അതിൻ്റെ തെളിവായി ഇറാനിലെ ഒരു ആണവ നിലയത്തിലേക്ക് വളരെ കനത്ത ഒരു ആക്രമണം അമേരിക്ക നടത്തി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതെവിടെയാണെന്ന് നമുക്ക് നോക്കാം. ഖുസൈസ്ഥാൻ പ്രവിശ്യയിലെ ഡാർക്കോവിൻ ആണവ നിലയമാണ് പ്രാദേശിക സമയം 3:39 അമേരിക്ക ആക്രമിച്ചത്. പ്രാദേശിക മാധ്യമങ്ങളാണ് ഈ വിവരം ആദ്യഘട്ടത്തിൽ പുറത്തുവിട്ടത്. എങ്കിലും ആക്രമണം ഉണ്ടായി എന്ന് ഇറാൻ ആണവോർജ്ജ ഏജൻസി സമ്മതിക്കുകയും അതിനെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് 2022 മുതൽ നിർമ്മിക്കുന്ന ഒരു പ്ലാന്റാണിത്. ആണവോർജ്ജം അവിടെ ശേഖരിച്ചിട്ടുണ്ടോ, യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ പല അവ്യക്തതകളും അഭ്യൂഹങ്ങളും ഉണ്ട്. എങ്കിലും ഇറാന്റെ ശക്തമായ ഒരു ആണവ കേന്ദ്രം തന്നെയാണ് ഇപ്പോൾ തകർക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ഇറാന്റെ പ്രസ്റ്റീജായി അവർ ഉയർത്തി കാണിക്കുന്ന ഒന്നാണ് അവരുടെ ആണവ നിലയങ്ങൾ. ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുന്നതിനൊപ്പം തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളോട് കിടപിടിക്കുന്ന വിധത്തിൽ ആണവോർജ്ജം ഞങ്ങളുടെ കയ്യിലും ഉണ്ട് എന്ന് കാണിക്കുക തന്നെയാണ് അതിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്നത്. അതായത് ഞങ്ങളൊരു ചെറിയ ശക്തിയല്ല, ഞങ്ങളൊരു വലിയ ശക്തി തന്നെയാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന വിധത്തിൽ, ഒപ്പം ഇറാന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന തരത്തിലുള്ള അതിവിപുലമായ ഒരു ആണവ കേന്ദ്രമായിരുന്നു ഈ പറയുന്ന ഡാർക്കോവിൻ ആണവ കേന്ദ്രം എന്ന് പറയുന്നത്. അവിടേക്കാണ് അമേരിക്കയുടെ ആക്രമണം ഉണ്ടായത്. അതിൻ്റെ അർത്ഥം ആണവ നിലയങ്ങളോ ആണവ കേന്ദ്രങ്ങളോ ഊർജ്ജ കേന്ദ്രങ്ങളോ ഒന്നും ആക്രമിക്കില്ല, അതായത് എണ്ണപ്പാടങ്ങളടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട സെൻസിറ്റീവായ പ്രദേശങ്ങൾ ആക്രമിക്കില്ല എന്ന മുൻധാരണയിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു പ്രതിജ്ഞയിൽ നിന്ന് അമേരിക്ക പിന്നോട്ട് പോയിരിക്കുന്നു. ഇപ്പോൾ ഊർജ്ജ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ആണവ പ്ലാന്റിലേക്ക് ആക്രമണം നടന്നിട്ടുണ്ട്. ജലശുദ്ധീകരണ പവർ പ്ലാന്റിലേക്ക് ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. ഇറാന്റെ റോഡുകളും പാലങ്ങളും സൈനിക കേന്ദ്രങ്ങളും ഒക്കെ തുടർച്ചയായി അമേരിക്ക ആക്രമിച്ച് തകർക്കുകയാണ്. ഏതാണ്ട് 5.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തുടർച്ചയായ ആക്രമണം നിരവധി ഇടങ്ങളിൽ ഒരേ സമയം അമേരിക്ക നടത്തിയെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട്. അതായത് ഖഷാമിലും ബന്ദർ അബ്ബാസിലും അടക്കം വ്യാപകമായ ആക്രമണങ്ങൾ അമേരിക്ക അല്പസമയം മുമ്പ് ഈ വൈകുന്നേരം അഴിച്ചുവിട്ടിട്ടുണ്ട്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് അന്താരാഷ്ട്ര തലത്തിലുണ്ടായ ഒരു വലിയ നാണക്കേടാണ്. ജോർദാനിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ ശക്തമായ ആക്രമണം നടത്തുകയും 2 സൈനികർ കൊല്ലപ്പെടുകയും നിരവധി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിൻ്റെ വാർത്തകൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ലോകമാധ്യമങ്ങൾ വ്യാപകമായി ചർച്ച ചെയ്തിരുന്നു. കാരണം ഇറാൻ അവസാനിച്ചു, ഇറാൻ തീർന്നു എന്ന് അമേരിക്ക പറയുന്നിടത്താണ് ഇറാൻ ശക്തമായി തിരിച്ചടിക്കുന്ന നിലയിലേക്ക് ആക്രമണങ്ങൾ കടുപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് അത് വലിയൊരു നാണക്കേടാണ്. അതേസമയം ആക്രമണം കൊണ്ട് ജോർദാൻ എന്ന രാജ്യത്തിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ജോർദാൻ ഇപ്പോൾ പറയുന്നത്. ജോർദാനിലെ വിമാനത്താവളവും തുറമുഖവും സാധാരണ പോലെ തന്നെ പ്രവർത്തനം തുടരുകയാണ്. ഒരു മുന്നറിയിപ്പും തുറമുഖത്തിനോ വിമാനത്താവളത്തിനോ നൽകിയിട്ടില്ല. നേരത്തെ അക്ബ വിമാനത്താവളത്തിലും തുറമുഖത്തിലും പോകുന്ന പൗരന്മാർ ജാഗ്രത പാലിക്കണമെന്ന് US എംബസി മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ അതിനുശേഷം ജോർദാൻ പറയുന്നത് അവിടെ മുന്നറിയിപ്പൊന്നും നൽകിയിട്ടില്ല, ഞങ്ങളൊന്നും നൽകിയിട്ടില്ല, കുഴപ്പമൊന്നുമില്ല എന്നാണ്. അപ്പോൾ ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ആവർത്തിക്കുന്നത്. പക്ഷെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളും വീഡിയോകളും വാർത്തകളും ഫോട്ടോകളും ഒക്കെ ഇറാനിയൻ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും IRGCയും പുറത്തുവിടുന്നുണ്ട്. നമുക്കറിയാം, അമേരിക്ക അവർക്ക് നേരെ ഒരു നാശനഷ്ടം ഉണ്ടായാൽ, അല്ലെങ്കിൽ അവരുടെ ഭൂമിക്കകത്ത് അല്ലെങ്കിൽ അവരുടെ അസറ്റുകൾ തകർക്കപ്പെട്ടാൽ അത് സ്ഥിരീകരിക്കുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും അവരത് ചെയ്യാറില്ല. പക്ഷേ ഇറാൻ ആണെങ്കിൽ തങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ നടക്കുമ്പോൾ തന്നെ സ്ഥിരീകരിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അമേരിക്കയ്ക്ക് വലിയ മുറിവേൽപ്പിച്ചു, അമേരിക്കയുടെ വിമാനങ്ങൾ തകർത്തു, അമേരിക്കയ്ക്ക് വലിയ നാശനഷ്ടം ഉണ്ടാക്കി എന്നൊക്കെ ഇറാൻ ആണയിട്ട് പറയുമ്പോൾ അതൊന്നും ഉണ്ടായിട്ടില്ല. ആക്രമണം ഉണ്ടായെങ്കിലും അത് വലിയ ആക്രമണമൊന്നുമല്ല എന്ന നിലയിൽ അതിനെ ലഘൂകരിച്ച് കാണുകയാണ് ഇപ്പോൾ ജോർദാനും അമേരിക്കയും ചെയ്യുന്നത്. പക്ഷേ അതേസമയം തന്നെ ഇറാൻ ഹോർമൂസിൽ ആക്രമണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഹോർമൂസിൽ 2 എണ്ണക്കപ്പലുകൾ ആക്രമിച്ചു. വീണ്ടും ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്.
ഏതെങ്കിലും തരത്തിൽ ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ച് ഇത്തരത്തിൽ അവിടെ കപ്പലുകൾ പോവുകയാണെങ്കിൽ ആ കപ്പലുകളെയൊക്കെ പിന്തുടർന്ന് തകർക്കും എന്ന ഭീഷണിയാണ് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. എന്ന് മാത്രമല്ല, ഇറാനെ സംബന്ധിച്ച് ഇത് ജീവൻ മരണ പോരാട്ടമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അമേരിക്ക ഇറാനെ പരിപൂർണമായി തച്ചുടയ്ക്കുക, അതായത് ഗസയിൽ എങ്ങനെയാണോ ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഏതാണ്ട് അതിന് സമാനമായ രീതിയിലൊക്കെയാണ് ഇപ്പോൾ അമേരിക്ക ആക്രമണങ്ങൾ നടത്തുന്നത്. പ്രത്യേകിച്ച് ജനവാസ മേഖലകളിലേക്ക് നിരന്തരമായി 5-5.5 മണിക്കൂർ നേരം പല മേഖലകളിലേക്ക് ഒരു രാജ്യത്തിനുള്ളിൽ ആക്രമണം നടത്തുക എന്ന് പറയുന്നത്, അതും വ്യോമാക്രമണങ്ങൾ നടത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ അത്രയും തീവ്രമായി തന്നെയാണ് അമേരിക്ക ഈ യുദ്ധത്തെ കാണുന്നത് എന്നതിന് അതിൽ പരം മറ്റൊരു തെളിവും വേണ്ട. അപ്പോൾ അത്തരം രൂക്ഷമായ ആക്രമണങ്ങൾ നടത്തുന്ന അമേരിക്കയ്ക്ക് അതേ രീതിയിൽ തന്നെ തിരിച്ചടി കൊടുക്കുന്ന ഇറാനെയാണ് ഇത്രയും നാൾ നമ്മൾ കണ്ടത്, അല്ലെങ്കിൽ ഇത്രയും നേരം നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെ തിരിച്ചടി നൽകുന്ന ഇറാൻ, അല്ലെങ്കിൽ ഇറാൻ തുടർച്ചയായി തിരിച്ചടി നൽകുന്ന സാഹചര്യം, അത് അമേരിക്കയ്ക്ക് വലിയ പ്രഹരമാണ്, ഒപ്പം അമേരിക്കയ്ക്ക് അത് വലിയ നാണക്കേടുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇറാൻ തിരിച്ചടിക്കാത്ത വിധത്തിൽ, അല്ലെങ്കിൽ ഇറാന് തിരിച്ചാക്രമിക്കാൻ സമയം കൊടുക്കാത്ത വിധത്തിൽ ഇറാൻ്റെ കുറെ കൂടി തീവ്രമായ സെൻസിറ്റീവായ പ്രദേശങ്ങൾ ആക്രമിച്ച് തകർക്കുക എന്ന നയത്തിലേക്ക് അമേരിക്ക മാറിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നത്. ഇറാൻ്റെ ശുദ്ധജല പ്ലാന്റുകൾ, വൈദ്യുത കേന്ദ്രങ്ങൾ, ഊർജ്ജ പ്ലാന്റുകൾ, സിവിലിയൻസ് നിൽക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ ആക്രമിക്കുന്നത് എത്രയും വേഗം ഇറാനെ തീർക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. പക്ഷേ അങ്ങനെ അമേരിക്ക ഇറാന് നേരെ നീങ്ങുമ്പോൾ ഇറാൻ കൂടുതലായി അമേരിക്കൻ അസറ്റുകൾ തകർക്കുകയാണ്. അപ്പോൾ ഇത് അധിക ദിവസം ഇങ്ങനെ മുന്നോട്ട് പോകില്ല. കാരണം ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിൽ അത് ഉണ്ടാക്കുന്ന ഒരു ഉലച്ചിൽ, തിരിച്ചടി, അല്ലെങ്കിൽ പ്രഹരം, നഷ്ടം അതൊന്നും ചെറുതായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇറാനെ ആക്രമിച്ച് പ്രത്യാക്രമണങ്ങൾ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്ക് തുടർച്ചയായി വിളിച്ചു വരുത്തി, ഗൾഫ് മേഖലയിലെ ഈ പറയുന്ന സൈനിക കേന്ദ്രങ്ങൾക്ക് പുറമെ ജനവാസ കേന്ദ്രങ്ങൾ അടക്കം ആക്രമിക്കുന്ന വിധത്തിലുള്ള ആക്രമണങ്ങൾ തുടരുന്ന ഒരു സാഹചര്യം ഒരിക്കലും അമേരിക്കയ്ക്ക് സഹിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അത് കുറച്ചധികം കാലം അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നോ നാളെയോ ആയിട്ട് ഇത്രയും രൂക്ഷമായ ഒരു ആക്രമണത്തിനൊടുവിൽ മധ്യസ്ഥ രാജ്യങ്ങളുടെ ഇടപെടലുകളോ അല്ലെങ്കിൽ അമേരിക്ക തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെടിനിർത്തലിലേക്ക് വരാനോ ഒക്കെ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുമ്പ് എങ്ങുമില്ലാത്ത വിധത്തിൽ ഇറാൻ വ്യക്തമായൊരു നിലപാട് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കോ കരാറുകൾക്കോ ഞങ്ങൾ തയ്യാറല്ല എന്ന് മാത്രമല്ല, ട്രംപിൻ്റെ ഒപ്പിന് ഒരു വിലയുമില്ല. ട്രംപ് ഏതെങ്കിലും കരാറിൽ ഒപ്പിടാൻ പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒപ്പിട്ടിട്ട് ഇത് സംഭവിക്കുമെന്ന് പറയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം ട്രംപിൻ്റെ ഒപ്പിന് വിലയില്ലാതായിരിക്കുന്നു. പറഞ്ഞത് നിരന്തരമായി മാറ്റിപ്പറയുന്ന ടീമായി അമേരിക്ക മാറിയിരിക്കുന്നു. വിശ്വാസ്യതയില്ലാത്ത കൂട്ടമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരെ വിശ്വസിച്ചുകൊണ്ട് ഇനിയും മുന്നോട്ട് പോവുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ച് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇനി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല, ഒരു തരത്തിലുള്ള ചോദ്യോത്തരങ്ങളില്ല, ഏതെങ്കിലും തരത്തിൽ മധ്യസ്ഥ രാജ്യങ്ങളെ കേൾക്കുന്ന സാഹചര്യമില്ല. ഞങ്ങൾക്ക് തോന്നിയതുപോലെ ഞങ്ങൾ അമേരിക്കൻ കേന്ദ്രങ്ങൾ ആക്രമിക്കും, അല്ലെങ്കിൽ ഈ യുദ്ധം അതിതീവ്രമാക്കും, അതുപോലെ തന്നെ ഞങ്ങൾ പകരം ചോദിക്കും, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങളും ചെയ്തോളൂ എന്ന മട്ടിലാണ് ഇറാൻ ഇപ്പോൾ ഈ യുദ്ധത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഒത്തുതീർപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെടിനിർത്തൽ എന്നതിലേക്ക് ഇനി കാര്യങ്ങൾ പോകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അത് ഇറാൻ്റെ നിലപാടാണ് അതിൽ ഏറ്റവും പ്രധാനമാവുക. എന്ന് മാത്രമല്ല, ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കുന്ന വിധത്തിലേക്ക് അമേരിക്ക മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ ആണവായുധങ്ങൾ പ്രയോഗിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതായത് ആണവ കേന്ദ്രങ്ങൾ തകർക്കുമ്പോൾ വീണ്ടും ആണവ വിഷയത്തിലേക്കാണ് അമേരിക്ക എത്തുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പക്ഷേ ഇറാൻ്റെ കയ്യിൽ ആണവായുധങ്ങൾ ഉണ്ട് എന്ന് എന്തെങ്കിലും സൂചനകൾ അമേരിക്കയ്ക്ക് പൊടുന്നനെ കിട്ടിയിട്ടുണ്ടാകും. കാരണം ഇപ്പോൾ 8 ദിവസമായി ആക്രമണങ്ങൾ ശക്തമാകുന്നു. ഈ ദിവസങ്ങളിൽ ഒരിക്കൽ പോലും ആണവ കേന്ദ്രങ്ങൾ തകർത്തതായിട്ട് റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. പക്ഷേ ഇന്ന് ആണവ കേന്ദ്രങ്ങൾ തകർത്തതായുള്ള റിപ്പോർട്ട് വരുന്നു. അപ്പോൾ അതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ആണവായുധങ്ങൾ ഇറാൻ സജ്ജമാക്കിയിട്ടുണ്ട് എന്ന് അമേരിക്കയ്ക്ക് വിവരം കിട്ടിയതാണോ, അല്ല അമേരിക്ക കൂടുതൽ ഈ ജോർദാനിലേക്ക് നടത്തിയ ആക്രമണത്തിൻ്റെ പ്രതിഷേധം എന്ന നിലയിൽ, പ്രതികാരം എന്ന നിലയിൽ കൂടുതൽ കനത്ത ശക്തമായ ആക്രമണങ്ങളിലേക്ക് പോകുന്നതിൻ്റെ സൂചനയാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും യുദ്ധം തീരെ ചെറുതായി കാണേണ്ട ഒരു സംഗതിയല്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധം പൊടുന്നനെ കെട്ടടങ്ങുമെന്നോ ഈ യുദ്ധം ഉടൻ തന്നെ അവസാനിക്കുമെന്നോ ഒരിക്കലും കരുതാൻ വയ്യ. അതിനപ്പുറത്തേക്ക് ഈ യുദ്ധം ഒരു മഹായുദ്ധമായി റഷ്യയും ചൈനയും അടക്കം ചേർന്നുകൊണ്ട് ഒരു
ഒരു വിപുലമായ യുദ്ധമായി വളരാനുള്ള സാധ്യതകൾ നിർഭാഗ്യവശാൽ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് മേഖലയ്ക്കടക്കം വലിയ നാശം ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് സാഹചര്യങ്ങൾ മാറുകയാണ്. ഇത് തുടരുമ്പോൾ തീർച്ചയായിട്ടും ഇറാനുമേൽ വലിയ തോതിൽ രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുന്ന വിധത്തിൽ തന്നെയാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത്. ഇറാൻ പ്രത്യാക്രമണം നടത്തുന്നുണ്ട്, അമേരിക്കയ്ക്ക് വലിയ ഭീഷണികൾ നൽകുന്നുണ്ട്. എങ്കിലും ഇറാനെ തകർക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്ന്, ഇറാന് നേരെ തുടർച്ചയായി മണിക്കൂറുകളോളം നീണ്ട ആക്രമണങ്ങൾ തുടരുക എന്ന കാര്യത്തിൽ നിന്ന് അമേരിക്കയും പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ഇറാനിനും വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഇനിയും ഉണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അമേരിക്ക എന്ന രാജ്യം സേഫാണ്. കാരണം അമേരിക്ക എന്ന രാജ്യത്തിനകത്തേക്ക് ആക്രമണങ്ങളില്ല. അമേരിക്കയുടെ ഈ പറയുന്ന സൈനിക കേന്ദ്രങ്ങൾ മാത്രമാണ് തകർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനിലേക്ക് കൂടുതൽ ആക്രമണങ്ങൾ നടത്താൻ അമേരിക്കയ്ക്ക് മടിയൊന്നും ഉണ്ടാകില്ല. കാരണം സ്വന്തം രാജ്യത്തേക്ക് മിസൈലുകൾ വരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇറാനെ ആക്രമിച്ചാൽ തിരിച്ചടി ഉണ്ടാകും, സ്വന്തം രാജ്യത്തേക്ക് മിസൈലുകൾ എത്തുമെന്ന ഭയത്തിലാണ് ഇറാനും മാറി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്ക ഇനിയും തുടർച്ചയായി നിരന്തരമായി ഇറാനെ ആക്രമിച്ചു തകർക്കും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതിനെ പ്രതിരോധിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന നിലപാടിലേക്ക് ഇറാനും എത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.